ഇപ്പോൾ VS അച്യുതാനന്ദനെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ മകൻ്റെ വസതിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. വീടിന് പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്ന പ്രവർത്തകരെയും ജനങ്ങളെയുമാണ് കാണുന്നത്. മുദ്രാവാക്യം വിളികൾ നിലയ്ക്കുന്നില്ല. വീടിനകത്ത് CPIM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, മുൻ ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട്, CPM ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ള നേതാക്കൾ വളരെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസിനകത്ത് MV ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയും കണ്ടിരുന്നു. നാളെ 9 മണിക്കാണ് ദർബാർ ഹാളിൽ പൊതുദർശനം ആരംഭിക്കുക. ഉച്ചവരെ അത് നീളും. ഉച്ചയോടെ മൃതദേഹമായിട്ട് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് തിരിക്കാനാണ് ആലോചന. സമയം ഉദ്ദേശിച്ചതുപോലെ നടപ്പാകുന്നില്ല എന്നുള്ളതാണ്. അത്രയധികം ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. അതുകൊണ്ട് തന്നെ നാളത്തെ സമയവും നീളാനുള്ള സാധ്യത കാണുകയാണ്. ഉച്ചയോടെ മൃതദേഹവുമായി വിലാപയാത്ര പുറപ്പെടുമ്പോൾ പോകുന്ന വഴികളിൽ ജനങ്ങൾക്ക് കാണാനുള്ള അവസരമൊരുക്കുമെന്നാണ് നേരത്തെ നേതാക്കൾ പറഞ്ഞിരുന്നത്. MV ജയരാജനടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ് തമ്പുരാൻമുക്കിലെ വീട്ടിൽ. നാളെ രാവിലെ 9 മണി വരെ അവിടെയായിരിക്കും മൃതദേഹം. അച്യുതാനന്ദൻ്റെ മകൻ്റെ വീടായ PMGക്കടുത്തുള്ള വാട്ടൺ ഹിൽ റോഡിലെ വീട്ടിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അല്പസമയം മുമ്പാണ് ഇവിടെ എത്തിച്ചത്. വ്യവസായ മന്ത്രി P രാജീവ്, CPIM സംസ്ഥാന സെക്രട്ടറി VS അച്യുതാനന്ദൻ അവസാനമായി തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിലേക്ക്, ബാട്ടൺ ഹില്ലിലെ തമ്പുരാൻമുക്കിലെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നാളെ രാവിലെ 9 മണി വരെ ഇവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിക്കുക. ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് പട്ടം SUT ആശുപത്രിയിലേക്ക് VSനെ കൊണ്ടുപോയത്. സുഖമായി തിരിച്ച് വീട്ടിലേക്ക് എത്തും എന്ന പ്രതീക്ഷയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ന് 3:20 അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. അസാധാരണമായ പോരാട്ടമായിരുന്നു അദ്ദേഹം മരണത്തോടും നടത്തിയത്. പക്ഷേ അസാധാരണമായ ആ പോരാട്ടം, സമരജീവിതവും അസാധാരണം തന്നെയായിരുന്നു. എല്ലാത്തിനും തിരശ്ശീല വീണിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ പറയുന്നത് ഇനി ഇങ്ങനെയില്ല ഒരു നേതാവ് എന്ന്. പ്രസാദ്, അവിടെ കാണുന്ന കാഴ്ച നേരത്തെ MV ജയരാജനടക്കമുള്ള ചില നേതാക്കൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇനി അവിടുത്തെ ക്രമീകരണങ്ങൾ? പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പുറത്തു നിൽക്കുകയാണ്. ഇതിനി കുടുംബത്തിൻ്റെ ഒരു സ്വകാര്യത കൂടി അതിൽ നോക്കുമല്ലോ അല്ലേ? ഈ വീട്ടിനകത്ത് ക്യാമറകൾക്ക് പ്രവേശനം, മറ്റ് പൊതുജനങ്ങൾ ദർബാർ ഹാളിൽ മുഴുവൻ ആളുകൾക്കും കാണാനുള്ള പ്രസാദ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. VSനെ ഇനി കുടുംബത്തിന് ഒന്നാകെ കാണാനുള്ള സമയം കൂടിയാണ്. VSനെ ഇത്രകാലം അദ്ദേഹം ദീർഘകാലം അസുഖബാധിതനായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ പരിചരിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ട്. മകനുണ്ട്, മകളുണ്ട്, മരുമകനുണ്ട്, പേരക്കുട്ടികളുണ്ട്, ഭാര്യ വസുമതി. ഇവർക്കൊക്കെയുള്ള സമയമാണിനി.